ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1/2 കിലോ കോളിഫ്ലവർ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് 3-4 മിനിറ്റ് അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അതെടുത്തിട്ട് 2-3 വട്ടം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറിൽ ഒട്ടും വെള്ളം നനവ് കാണരുത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ടിരിക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകമാണ്. നമ്മുടെ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുന്ന ആ സമയത്ത് നമ്മളൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർത്ത് നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തൊന്ന് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ കോളിഫ്ലവറിൽ ഒട്ടും വെള്ളം നനവ് കാണരുതെന്ന് പറഞ്ഞത്. നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, പച്ചയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഒരുപാട് വേവിക്കരുത്. നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴൊന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ആ രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് ഒന്നുകൂടി ഞാനൊന്ന് ഇളക്കി ചേർത്ത് ഇതെല്ലാം കൂടി 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ തന്നെ പുലാവിൻ്റെ കൂടെയും നമ്മുടെ ചോറിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെയൊക്കെ ആ ഒരു വെള്ള നനവിലാണ് നമ്മുടെ ഇത് വെന്ത് വരുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 4-5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അത്രയും നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം.
അപ്പോൾ അതാ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനതൊന്ന് തുറന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി ചേർത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, തക്കാളിയിൽ നിന്നും നമ്മുടെ കോളിഫ്ലവറിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ ഒരു വെള്ളം നനവ് മാത്രം മതി നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒന്നുകൂടി ഇളക്കി ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് വേവുന്ന ടൈം അത്രയും നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അത്രയും നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇതിനകത്തിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇളക്കി ചേർത്ത് ഡ്രൈ ആയിട്ട് എടുക്കുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിൻ്റെതിനനുസരിച്ച് നമുക്ക് പച്ചമുളകൊക്കെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളകൊന്നും ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇനി പൊടികളെല്ലാം നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇളക്കി ചേർക്കുമ്പോൾ ഇതൊന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല. അടി കൂട്ടി ഇളക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കേ ആകാവൂ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലെ കോളിഫ്ലവർ ഒക്കെ വാങ്ങുമല്ലോ, അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഇത് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോഴേ ഒന്നുകൂടി ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.